ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ ഒരു വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ്. അതുപോലെ തന്നെ ഇത് എന്ത് റേറ്റായി ഇത് ചെയ്യാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മുമ്പിലിരിക്കുന്നത് ഒരു സുസുക്കി സാമുറായി ആണ്. നമ്മളത് ഷോഗണിൻ്റെ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഷോഗണിൻ്റെ ആ ഒരു ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വർക്ക് ചെയ്താണ്. എ ടു സെഡ് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ട് ചെയ്താണ്. അപ്പോൾ അതിൽ ഒരുവിധപ്പെട്ട വണ്ടിയുടെ ചെറിയ ചെറിയ പാർട്ടുകളൊക്കെ ഈ ഒരു എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു മഡ് ഗാർഡ് സെറ്റ് ചെയ്യണമൊക്കെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുള്ളൊരു എന്താ പറയുക, ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ കിട്ടിയൊരു വണ്ടിയാണ്. സാധനങ്ങൾ സ്പെയർ അത്യാവശ്യം സാധനങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു. എങ്കിലും ടാങ്കും അതുപോലെ തന്നെ സൈഡ് കവറുകൾ, അതുപോലെ തന്നെ എൻജിൻ ഗാർഡ്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന മാസ്ക്, ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്ക് പുതിയത് എടുക്കേണ്ടി വന്നു. ടാങ്കൊക്കെ വണ്ടിയിലുണ്ടായിരുന്നത് തുരുമ്പായിട്ട് അങ്ങനെ പോയ സാധനങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ വണ്ടിയുടെ ഭാഗങ്ങളും നമ്മൾ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ഇത്രയും വർക്ക് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു വണ്ടിയാണ്. പെയിൻറ്റിങ് ആണെങ്കിലും മറ്റു വർക്കുകളും കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറിന് ഒരു ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റിലാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിനൊരു സെക്ഷൻ വരികയാണെങ്കിൽ തന്നെ നമ്മൾ മെറ്റാലിക് ഗ്രീൻ ചെയ്താണ്. നമ്മളത് NC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്താണ്. അതാകുമ്പോൾ ഒരു നമ്മൾ വലിയ റേറ്റിലുള്ള പെയിൻറ്റിനെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങിയ രീതിയിലുള്ള പെയിൻറ്റ് ക്വാളിറ്റി ഇല്ല എന്നല്ല, നല്ല പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ സെക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ ഫുള്ളി ഒരു മെറ്റാലിക് ഗ്രീൻ പെയിൻറ്റാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഗ്ലോസി ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു ഹെഡിന് നമ്മളൊരു ഗോൾഡൻ കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മഡ് ഗാർഡ് ഡിസ്റ്ററിൻ്റെ മഡ് ഗാർഡാണ് ചെയ്തത്. അതിനും ആ ഒരു കളർ തന്നെ നമ്മൾ സെയിം ആ ഒരു ബോഡിയുടെ കളർ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സെയിം കളർ തന്നെയാണ് ഫ്രണ്ട് മഡ് ഗാർഡിന് അടിച്ചേക്കുന്നത്. വണ്ടിയുടെ ഒരു ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് തന്നെയാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫോർക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹബ്ബ് കാര്യങ്ങളൊക്കെ സാമുറായിക്ക് വരുന്ന ഒരു സ്റ്റോക്ക് ഐറ്റംസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു ജാക്കറ്റ് ടയറാണ്, 18 ഇഞ്ച് ടയർ, പുതിയ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റിമ്മും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നാണ്. ഹബ്ബ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിർത്തി തന്നെ ചെയ്തതാണ്. അപ്പോൾ കസ്റ്റമർ മാക്സിമം കുറഞ്ഞ റേറ്റിൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ റിമ്മ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതിപ്പോൾ നിലവിൽ നെക്സ്റ്റ് ഒരു പ്ലാനിൽ ഇത് ഡിസ്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ നിർത്തി ചെയ്തത്. അപ്പോൾ നമുക്ക് റിമ്മും ടയറും യൂസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മാസ്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഷോഗണിൻ്റെ മാസ്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ CD100SS ഹെഡ്ലൈറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ഒരു ക്ലാമ്പിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. നോർമലി ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഷോർട്ട് മാസ്കൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിലുണ്ട്, ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ആ ഷോഗണിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് നമ്മൾ ഈ ഷോഗണിൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ ഏകദേശം 520 രൂപ റേഞ്ചിലാണ് ഇൻഡിക്കേറ്ററിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു 800 രൂപയൊക്കെ നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. ടാങ്കിലും അതുപോലെ തന്നെ ടാങ്കിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ സൈഡ് കവറിലും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തന്നെ ഒരു എൻജിൻ ഗാർഡിലും അതുപോലെ തന്നെ മാസ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ലോഗോ അതുപോലെ തന്നെ സുസുക്കി എന്നുള്ള ഒരു ഫോണ്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഫണ്ട് ചിലവാക്കിയിട്ട് ചെയ്തതല്ല. 800-850 രൂപയുടെ ഉള്ളിലാണ് സ്റ്റിക്കർ വർക്കിനായിട്ട് ആകെ വന്നിട്ടുള്ള ചിലവ്. അതുപോലെ നമ്മൾ പെയിൻറ്റിൻ്റെ സെക്ഷൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. 2 കോട്ട് 3 കോട്ട് ക്ലിയറിൻ്റെ അടുത്ത് നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്ത ഒരു റേറ്റ് വന്നിട്ട് നമ്മൾ 5,800 ഈ ഫുൾ കാണുന്ന പെയിൻറ്റിങ് ചെയ്തത്. നമ്മൾ ഫുൾ പീസാക്കിയിട്ടൊരു പെയിൻറ്റ് ചെയ്താണ്. ബോഡി വേറെ അതുപോലെ തന്നെ എൻജിൻ കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിട്ട് ചെയ്താണ്. വണ്ടിയിൽ നിർത്തി പെയിൻറ്റ് ചെയ്തതല്ല. ഫുള്ളായിട്ട് നമ്മൾ ഒരു 5,800 ആ റേഞ്ചിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഫ്രണ്ട് ആ 2 സൈഡ് അതുപോലെ തന്നെ ആ സൈഡിലൊരു ക്ലാമ്പ് വെച്ചാണ് ചെയ്തത്. നമ്മൾ ക്ലാമ്പിൻ്റെ ഇടയിൽ നമ്മൾ റബ്ബറിൻ്റെ ബൂട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ മാക്സിമം എൻജിൻ ഗാർഡ് അതുപോലെ മാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബോൾഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റബ്ബറിൻ്റെ എന്തെങ്കിലും ഒരു പീസുകൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റണ്ണിങ്ങിലുള്ള ഒരു വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. അതുപോലെ നമ്മൾ റിയറിൽ നമ്മൾ ഫിനിക്സിൻ്റെ ഷോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലെൻഡറിൽ ചെയ്തപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബുഷ് നമ്മൾ മാറ്റിയിട്ടായിരുന്നു. ഈ കാണുന്നൊരു ഷോക്ക് TVSൻ്റെ കമ്പനിയുടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബുഷ് മാറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം TVSൻ്റെ തന്നെ മാക്സ് 100 ഉണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയും ഈ ഒരു
സ്റ്റഡിൻ്റെ സൈസ് കറക്റ്റ് മാക്സ് 100ൻ്റെയും അതുപോലെ തന്നെ സാമ്രായുടെ ആണെങ്കിലും സെയിം സ്പ്ലെൻഡറിന് മാറ്റിയിടുന്ന പോലെ നമ്മൾ ആ ബുഷുകളും കാര്യങ്ങളൊന്നും മാറ്റിയിടേണ്ട ഡയറക്റ്റ് റൂട്ടാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഫിനിക്സിൻ്റെ ഷോക്ക് ഇട്ടത് നോർമൽ ഷോക്കിനെ വെച്ച് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ബട്ട് നമ്മൾ ഫ്രണ്ട് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പണിയിരിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡിസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടാനുള്ള പ്ലാനാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ബഡ്ജറ്റിൽ ചെയ്ത് നിർത്താനായിട്ടാണ് നമ്മൾ ഇത്രമാത്രം ചെയ്ത് നിർത്തിയത്. അതുപോലെ തന്നെ ഒരു സൈലൻസറിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ വലിയ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെയുള്ള ഒരു സൗണ്ടാണ്. സ്റ്റോക്കാന്ന് പറയാൻ പറ്റില്ല, സൗണ്ടും കാര്യങ്ങളുണ്ട്, വലിയ വൃത്തിയിടില്ലാത്ത സൗണ്ടാണ്. അപ്പോൾ ഞാൻ സൗണ്ടും ലാസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അതുപോലെ തന്നെ നമ്മൾ റിയറിൽ യൂസ് ചെയ്തേക്കുന്നത് എൻഡൈസറിൻ്റെ റിമ്മാണ്. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് എടുത്ത് ചെയ്തതാണ്. അതുപോലെ തന്നെ ടയർ യൂസ് ചെയ്തേക്കണം മാരുതിയിലാണ്. നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിതിൽ സിംഗാം സ്ക്വയർ ആക്കുന്നുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ വർക്കുകളും ബാക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാരിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്താണ്. ഫിറ്റിങ്സൊക്കെ ഡയറക്റ്റാണ്, അതുകൊണ്ട് വലിയ പണികളും കാര്യങ്ങളൊന്നും വേണ്ടില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫിറ്റാവുന്ന രീതിയിലുള്ള കാരിയറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മഡ് ഗാർഡ് നമ്മൾ മാക്സ് 100ൻ്റെ മഡ് ഗാർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ മാക്സ് 100 ഇൻഡിക്കേറ്റർ മാത്രം നമ്മൾ ഷോക്കണ്ട വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ഡൊമിനേറ്റർ ക്യുക്ക് ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ബാർ നമ്മൾ ഷോർട്ട് ബാർ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു ബാർ പാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ KB 100ൻ്റെ ഒരു മിറർ, ഇതൊക്കെയാണ് വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന വർക്കുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വർക്കിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.